ഹലോ എവ്രി വൺ വെൽക്കം ടു ക്രാക്ക് ഇറ്റ് ആപ്പ് ബൈ എക്സലൻസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈസ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഇപ്പോൾ നിങ്ങളുടെ സൈറ്റിലൊക്കെ കിട്ടും. സിലബസിൽ നമുക്ക് ഈ എൻറ്റയർ 100 മാർക്കിന് അവർ 8 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, നമ്മുടെ ബിടെക് എഞ്ചിനീയറിങ്ങിൻ്റെ യൂഷ്വലി വരുന്ന എക്സാംസിൻ്റെ സെയിം പാറ്റേണിലുള്ള ഒരു സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 8 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ മൊഡ്യൂൾ 1 മോസാണ് 12 മാർക്സ്, മൊഡ്യൂൾ 2 ഈസ് അബൌട്ട് തെർമോഡൈനാമിക്സ്, മൊഡ്യൂൾ 3 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് അഗെയിൻ 12 മാർക്സ്, മൊഡ്യൂൾ 4 MMSC മെറ്റീരിയൽ സയൻസ്, അതും 12 മാർക്സ് ആണ്. ദെൻ തെർമൽ എഞ്ചിനീയറിങ്ങിന് വെയിറ്റേജ് കൂടുതലാണ്, 14 മാർക്സ്. സെയിം ഫോർ ടോമും DMEയും. അവിടെ 2 സബ്ജക്റ്റ് ഉണ്ട്, തിയറി ഓഫ് മെഷീൻസും ഉണ്ട്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസും ഉണ്ട്. ഈ തെർമൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് HMT റെഫ്രിജറേഷൻ ഒക്കെ വരുന്നത്. സോ അതുകൊണ്ടാണ് അതിന് വെയിറ്റേജ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തിയറി ഓഫ് മെഷീൻസ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എല്ലാം കൂടെയാണ് നമുക്ക് 14 മാർക്സ് അതിനും വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 7 പ്രൊഡക്ഷനും, മൊഡ്യൂൾ 8 ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു AEയുടെ സിലബസ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിരിക്കുന്ന സിലബസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ക്ലാസ്സിന് എടുക്കുന്നത് ഈസ് അബൌട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്. 12 മാർക്സിനുള്ള ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഈവൻ ഒരു സ്മോൾ ടോപ്പിക് വിച്ച് ഈസ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നവർ റിലേറ്റീവ്ലി സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിത് പഠിക്കേണ്ട കാര്യം പോലും ഇല്ലെന്ന് തോന്നും. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുന്നത് ഇങ്ങനത്തെ കുറേ കുഞ്ഞു ടോപ്പിക്സിലാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ എന്തൊക്കെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വരെ നമ്മുടെ ഈ ഒരു ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അവസാനം വരെ ക്ലാസ് കാണുക. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സിലബസിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചാർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 12 മാർക്സിന് ഇത്രയും കണ്ടൻറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇത്രയും നമ്പർ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഈ 15 ചാപ്റ്റർ പഠിച്ച് തീർക്കുമ്പോഴാണ് നമുക്ക് 12 മാർക്സ് കിട്ടുന്നത്. ഇതിൽ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇന്ന് നമ്മൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് തീർക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോഴും നമുക്ക് അതിനകത്ത് ഓരോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ആ ഒരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് തീർത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളും. ഇപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് എന്ന് പറയുന്ന മൊഡ്യൂള് ഫുൾ 12 മാർക്സിൻ്റെ പഠിക്കാനായിട്ട് ഈ 15 ചാപ്റ്ററിനും എഫേർട്ട് ഇടുക. അപ്പോൾ ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന് എത്ര സമയം എടുക്കുമോ, എത്ര കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് നോക്കുമോ, അതേപോലെ തന്നെയാണ് നമ്മൾ പ്രഷർ മെഷർമെൻറ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ബോയൻസി ഫോഴ്സ്, ഡൈനാമിക്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിനകത്താണ് ഈ വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ ഒക്കെ വരുന്നത്. ദെൻ ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോസ്, അതിനകത്ത് തന്നെ നമ്മുടെ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ് വരും, എങ്ങനെ ഫ്ലോ ഈ കാറ്റഗറൈസ് ചെയ്യുന്നു, ഈ ഫ്ലോയിൽ ലാമിനാറും ടർബുലൻറ്റും ഒക്കെ റെയ്നോൾഡ്സ് നമ്പേഴ്സ് എത്രയൊക്കെയാണ് വരുന്നത്, ആ നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്, 2000 ലെസ് ആണെങ്കിൽ ലാമിനാർ ഫ്ലോ, ഹയർ ദാൻ 4000 ആണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ. ദെൻ ലോസസ് ഇൻ പൈപ്സ്, നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് വെച്ച് അനലൈസ് ചെയ്യാൻ. ചെസീസ് ഇക്വേഷൻ ഉണ്ട്, V = C√mi, അതിൽ സിയുടെ യൂണിറ്റ് എന്താണ്, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്. അപ്പം അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. ദെൻ ലോസസ് ഇൻ പൈപ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, അതിൻ്റെ വേറെ ഇക്വേഷൻ, ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ഏത് ഇക്വേഷനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഡാർസി വേസ്ബാക്ക് ഇക്വേഷൻ. ദെൻ ഇൻലെറ്റ് ഇൻ പൈപ്സിൻ്റെ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്, എക്സിറ്റ് ഇൻ പൈപ്പിൻ്റെ ഫ്ലോ ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്, ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ. പിന്നെ വെലോസിറ്റി, നമ്മുടെ എക്സിറ്റ് ലോസ് എന്താണ്, എക്സ്പാൻഷൻ ലോസ്, കോൺട്രാക്ഷൻ ലോസ്, ഇതിൻ്റെ എല്ലാ ലോസസിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ദെൻ ബൗണ്ടറി ഫ്ലോ, ബൗണ്ടറി ലെയറിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, മൊമെൻറ്റം തിക്നെസ്, എനർജി തിക്നെസ്, ആ ഇക്വേഷൻസ് ഒക്കെ അറിയുക. ദെൻ ഹൈഡ്രോളിക് മെഷീൻസ്, അതിനകത്താണ് നമ്മുടെ ഈ ടർബൈൻസും പമ്പും എല്ലാം വരുന്നത്.
അപ്പോൾ അതിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് സിലബസിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സിൽ വരുന്ന ആദ്യം ഫ്ലാറ്റ് പ്ലേറ്റ് വയ്ക്കുക, പിന്നെ ഇൻക്ലൈൻഡ് ആക്കി വയ്ക്കുക, കർവ് പ്ലേറ്റ് വയ്ക്കുക, കർവ് പ്ലേറ്റ് ടാൻജൻഷ്യൽ എൻട്രി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ദെൻ റിയാക്ഷൻ ടർബൈൻസ് പഠിക്കുക, ഇമ്പൾസ് ടർബൈൻ നമ്മുടെ പെൽറ്റൺ വീൽ പഠിക്കുക, ഫ്രാൻസിസ് ടർബൈൻ പഠിക്കുക, കെപ്ലാൻ ടർബൈൻ പഠിക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെ സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ടർബൈൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതറിയുക. ദെൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇതിന് ഇട്ടിരിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സിലബസ് നല്ലൊരു വാസ്റ്റ് സിലബസ് തന്നെയാണ്. ഒത്തിരി ഇക്വേഷൻസ്, ഒത്തിരി ഫോർമുലാസ്, ഒത്തിരി കൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചു തീർക്കാനുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ വിൽ കിക്ക് സ്റ്റാർട്ട് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഈ നമ്മുടെ രജ്പുത്തിൻ്റെ ടെക്സ്റ്റ്, ബെൻസാലിൻ്റെ ടെക്സ്റ്റ് വളരെ നല്ലതാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ബൈ ആർ.കെ. ബെൻസാൽ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ ബിടെക്കിനോ ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ എന്തെങ്കിലും ഇൻഡെപ്ത് ആയിട്ടോ നമുക്കൊരു കണക്ഷൻ കിട്ടാതെ ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണം. സമയമുണ്ട്. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനഫ് ആൻഡ് മോർ ടൈം കിട്ടും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഈ ക്ലാസ്സസിൻ്റെ കൂടെ നോക്കണമെങ്കിൽ നല്ലൊരു ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ബെൻസാൽ. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ റെഫർ ചെയ്ത് പോവാം. ഇത് സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നതാണ്. കോംപ്ലക്സ് ടെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫ്രാങ്കൻ വൈറ്റിൻ്റെയൊക്കെ ടെക്സ്റ്റ് ഉണ്ട്, ടു ന്യൂമറിക്കലായിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ വേണ്ട. അതൊക്കെ നമ്മൾ ഗേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സാംസ്, ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാം ഒക്കെ എഴുതുമ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രാങ്കൻ വൈറ്റ്, അതാണ് ഒരു നല്ലൊരു ടെക്സ്റ്റ് ഫോർ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഒരു നമ്മുടെ ഒരു ഡെൽ ഓപ്പറേറ്റേഴ്സ്, നമ്മുടെ ഒരു കറക്റ്റ് ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ ഫ്ലൂയിഡ്സിനെ മോഡൽ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. സോ ഇപ്പോഴത്തെ ഒരു എക്സാമിന് നമുക്ക് ഇതൊക്കെ തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, സോ നമ്മൾ ടോപ്പിക്കിലോട്ട് വരുവാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പഠിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ആ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, ഗ്രാവിറ്റി, വിസ്കോസിറ്റി, കംപ്രസിബിലിറ്റി, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും വിചാരിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വാട്ട് ഈസ് എ ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ്ലി കേൾക്കുന്ന ഒരു വാക്കാണ് ഫ്ലൂയിഡ്. അപ്പം കുറേ പിള്ളേർ, എല്ലാവർക്കും ഇതറിയാം, എന്നാലും ചിലർക്ക് ഇത് അറിഞ്ഞുകൂടായിരിക്കും. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ബോത്ത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്, എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ ചെയ്യുന്ന എല്ലാത്തിനെയും പറയുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡിൽ വരാത്ത ഒരു സാധനം ഏത് മാത്രമേ ഉള്ളൂ? സോളിഡ്സ് മാത്രമാണ് ഫ്ലൂയിഡ്സിൽ ഇല്ലാത്ത ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡ്സും ഗ്യാസസും എന്താണ്? ഫ്ലൂയിഡാണ്. അപ്പോൾ അതിൽ ഒന്ന് കംപ്രസിബിൾ ആണ്, ഒന്ന് ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ ഇൻ ദ സെൻസ് ദാറ്റ് ലിക്വിഡ്സിനെ നമുക്ക് വീണ്ടും ഫർദർ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഗ്യാസസ് ക്യാൻ ബി കംപ്രസ്ഡ്. അതുകൊണ്ടാണ് ഈ എൻറ്റയർ സ്റ്റഡിയെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ 2 സ്ട്രീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫുൾ ലിക്വിഡ്സിനെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, സോ ഹിയർ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ് സോളിഡും ഒരു ഫ്ലൂയിഡും? സോളിഡ്സിന് റെസിസ്റ്റ് ഷിയർ സ്ട്രെസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. ഒരു സോളിഡിന് ഒരു ഷിയർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ സോളിഡിനെ നമ്മൾ മൂവ് ചെയ്യുന്നു, ഇത് ഒരു ഫുൾ ബ്ലോക്കായിട്ടായിരിക്കും നീങ്ങിപ്പോകുന്നത് അല്ലേ? പക്ഷേ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ലെയർ ബൈ ലെയർ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലെയർ ബൈ ലെയർ മൂവ് ചെയ്യുന്നതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഷിയർ സ്ട്രെസ്സിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോളിഡ്സിന് എന്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ഷിയർ സ്ട്രെസ്സും. വേറാസ് ഫ്ലൂയിഡ്സിന് ഷിയർ സ്ട്രെസ്സിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോളിഡ്സിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, മോളിക്യൂൾസ് അവിടെ എന്താണ്? ടൈറ്റ്ലി പാക്ഡ് ആണ്. അതിൻ്റെ റിവേഴ്സ് ആണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സിന് ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കാൻ പറ്റും. മോളിക്യൂൾസിന് ത്രൂ ഔട്ട് ദ ബൾക്ക് അതിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, കമ്മിങ് ടു ദ സിലബസ്. ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിൾ സാധനമാണ്, നമ്മൾ പഠിക്കുന്നതാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടേം പറഞ്ഞാലും അതിൻ്റെ എന്ത് അറിഞ്ഞിരിക്കണം?
യൂണിറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ്, മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാംസ് പെർ എന്താണ് കിട്ടുന്നത്? മീറ്റർ ക്യൂബ്. ആൻഡ് ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ അറിയേണ്ട ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഇറ്റ് ഈസ് 1000 kilograms per meter cube. ആൻഡ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? 13,600 kilograms per meter cube. ഓക്കെ, സോ ഇങ്ങനെ ഡെൻസിറ്റിയുടെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. ഇനി ഒരു ചെറിയൊരു കണ്ടീഷനും കൂടെ അറിഞ്ഞിരിക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് നമ്മുടെ ഡെൻസിറ്റി ഒരു ലിക്വിഡ്സിനും ഗ്യാസിനും എങ്ങനെയായിരിക്കും? ലിക്വിഡ്സിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, വാട്ട് ഹാപ്പൻസ് ടു ഡെൻസിറ്റി? ഡെൻസിറ്റി കൂടുകയോ കുറയുമോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫോർ ഏതിന്? നമ്മുടെ എന്തിൻ്റെ കേസിലാണ്? ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടി ഡെൻസിറ്റി എന്ത് സംഭവിക്കും? കൂടുകയോ കുറയുമോ? ഡെൻസിറ്റി ആക്ച്വലി എന്താണ്? ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർ ആണല്ലോ? ഡെൻസിറ്റി നമ്മൾ ചൂടാക്കും തോറും എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയണം. ഓക്കെ, ഫോർ ലിക്വിഡ്സ്. ആൻഡ് ഫോർ ഗ്യാസസോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഗ്യാസസിനും കുറയും. ഓക്കെ, സോ പക്ഷേ ഗ്യാസസിന് ലൈറ്ററായി നമ്മൾ ഹീറ്റ് ആകുമ്പോഴേക്കും ഹോട്ട് എയർ മേളിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഡെൻസിറ്റി കുറയുന്നു, ഹോട്ട് എയർ എസ്കേപ്പ് ആകുന്നു. പക്ഷേ ലിക്വിഡ്സിൻ്റെ കേസിൽ നമുക്ക് അത്ര എവിഡൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ഗ്യാസസ് അതെന്താണ്? നമുക്ക് കുറച്ചും കൂടെ വിസിബിൾ ആണ് ആ ഡിഫറൻസ് വരുന്നത്. ഡെൻസിറ്റി ഡിഫറൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്നത് കുറച്ചും കൂടെ നമുക്ക് ഈസിലി വിസിബിൾ ആവുന്നത് ഏതിൻ്റെ കേസിലാണ്? ഗ്യാസസിൻ്റെ കേസസിലാണ്. ഓക്കെ, ആൻഡ് ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും. പക്ഷേ ഇതിന് ഒരേ ഒരു എക്സെപ്ഷനാണ് നമ്മുടെ വാട്ടർ. നമ്മൾ കണ്ടിട്ടില്ലേ, വാട്ടറിൽ നമ്മൾ സോളിഡ് ഈവൻ ഡെൻസർ ദാൻ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ വെള്ളത്തിൻ്റെ ഐസായിട്ട് വരുമ്പോൾ വാട്ടർ നേരെ ഐസായി മാറുമ്പോൾ ഐസ് മേലോട്ട് പോകുന്നു, വെള്ളം താഴെ വരുന്നു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടറിൻ്റെ ഡെൻസിറ്റി ഈസ് മാക്സിമം അറ്റ് 4 degree Celsius അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ കാരണമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വെള്ളം താഴെ പോയിട്ട് ഐസ് എന്ത് ചെയ്യുന്നു? മേളി വരുന്നു. ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഐസ് ഉണ്ടാകുന്നതെല്ലാം താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ലൈഫിന് പോസിബിലിറ്റി തന്നെ അവിടെ പോയേനെ. സോ ആ ഒരു പ്രോപ്പർട്ടി കാരണമാണ് ഈവൻ കോൾഡ് ക്ലൈമറ്റിൽ പോലും എന്ത് സംഭവിക്കുന്നത്? വാട്ടർ താഴെയെല്ലാം വെള്ളമായിട്ടിരിക്കും, മുകളിൽ മാത്രം എന്തുണ്ടാകുന്നു? ഐസ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ സീ അബൌട്ട് സ്പെസിഫിക് വെയിറ്റ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈസ് ഗാമ. അപ്പോൾ ഗാമയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് വെയിറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് വെയിറ്റ് ഒന്നുമില്ല, നമ്മുടെ ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി റോ ഇൻറ്റു ജി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? നമുക്ക് കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ് അല്ലേ? അപ്പം കിലോഗ്രാമിന് നമ്മൾ ഇൻറ്റു ജി ചെയ്യുന്നു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. നമുക്ക് എപ്പോഴാണ് വെയിറ്റ് ഉണ്ടാകുന്നത്? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റി. എം ഇൻറ്റു ജി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വെയിറ്റ് ഉണ്ടാകുന്നത്. സെയിം ആണ് ഇവിടെ. അതായത് കിലോഗ്രാം മൾട്ടിപ്ലൈഡ് ബൈ ജി വിൽ ഗീവ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ റോ ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞാൽ മോളിൽ എന്ത് വരും? ന്യൂട്ടൺസ് പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? ഫോർ വാട്ടർ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 ഇൻറ്റു 9.8. സോ ദാറ്റ് ഈസ് 9810 ന്യൂട്ടൺസ് പെർ മീറ്റർ ക്യൂബ്. ഇതാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. നൗ ഡെൻസിറ്റിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഉണ്ട്. ഡെൻസിറ്റി does not depend on, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതിനെയാണ്? ഡെൻസിറ്റി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. കാര്യം നമുക്കിപ്പോൾ സ്പെസിഫിക് വെയിറ്റ് പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സ്പെസിഫിക് വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏതാണ്? ഗ്രാവിറ്റി. ബട്ട് ഡെൻസിറ്റി എന്തിന് ഡിപ്പെൻഡബിൾ അല്ല? ഗ്രാവിറ്റി. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇവിടെയും നമ്മൾ വേറൊരു ഗ്രാവിറ്റി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചാലും ഡെൻസിറ്റി എന്ത് തന്നെയായിട്ടായിരിക്കും ഇരിക്കുന്നത്? സെയിം ആയിട്ടിരിക്കും. ഡെൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഏതിൻ്റെയാണ്?
ആ ഇരിക്കുന്ന മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തായിരിക്കും എന്തിരിക്കുന്നത്, ഡെൻസിറ്റി ഇരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് സ്പെസിഫിക് വോളിയം. ഓക്കെ, സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഈസ് ദി വോളിയം ഒക്യുപ്പൈഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. അതായത് സ്പെസിഫിക് വോളിയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതാണ്, സ്മോൾ വി ഈസ് ഈക്വൽ ടു 1 by റോ. അതായത് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ 1/v എന്ന് പറയുമ്പോൾ v/m ആണ്. ഓക്കെ, സോ സ്പെസിഫിക് വോളിയം ഈസ് ഓക്യുപ്പൈഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? അതായത് മാസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസിൽ എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യും? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെസിഫിക് വോളിയം. അപ്പം സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അതായത് ഇത് യൂണിറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യും എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് വോളിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ സ്പെസിഫിക് വോളിയം ഇത്ര ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10 കിലോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? സ്പെസിഫിക് വോളിയം ഇൻറ്റു ആ പറയുന്ന മാസ് എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ എന്ത് കിട്ടും? വോളിയം ഒക്യുപ്പൈഡ് കിട്ടും. സോ അതിനെയാണ് നമ്മുടെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. സ്പെസിഫിക് വോളിയം ഈസ് എന്തെന്ന് വേണമെങ്കിലും പറയാം, ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത നോക്കുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എപ്പോഴും നമുക്ക് എത്രയാണെന്ന് അറിയാം? 1000 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ അറിയാവുന്ന കുറേ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലൂയിഡ്സ് ഏതിൻ്റെയൊക്കെയാണ്? വാട്ടറിൻ്റെ എത്രയാണ്? 1 ആണ്. മെർക്കുറിയുടെ എത്രയാണ്? 13.6. അപ്പം മെർക്കുറി എന്ന് പറയുന്നത് ആക്ച്വലി 13.6 ടൈംസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് എന്താണ്? വാട്ടർ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് 13.6 ഇൻറ്റു 1000 ആണ്. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്തെന്ന് കിട്ടുന്നത്? 13.6 എന്ന് കിട്ടുന്നത്. ആൻഡ് ഫോർ കെറോസിൻ ഇറ്റ് ഈസ് 0.8. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഹെവിയർ ദാൻ വാട്ടർ. ആൻഡ് ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ലെസ് ദാൻ 1 നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ വാട്ടർ. അങ്ങനെ ഒരു കണ്ടീഷൻ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിപ്പെൻസ് ഓൺ ഏതാണ്? ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഈസ് അബൌട്ട് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതായത് വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഓഫേഴ്സ് എ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റും ഒരു വാട്ടർ ഡ്രോപ്ലെറ്റും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓയിലും ഒരു വാട്ടർ ഡ്രോപ്ലെറ്റും ഇവിടെ എടുത്ത് വെച്ചു, നിങ്ങളെ ഈ സ്ക്രീനിൽ വെച്ചു. ഇതിൽ ഏതായിരിക്കും ആദ്യം താഴോട്ട് വരുന്നത്? വാട്ടർ കുറച്ച് സ്പീഡിൽ വരും, ഓയിൽ എന്ത് ചെയ്യും? കുറച്ച് അവിടെ ഒന്ന് എന്താണ് സ്റ്റക്കായി സ്ലോലി ആയിരിക്കും വരുന്നത്. അപ്പം ഓയിൽ ഈസ് ഹാവിങ് മോർ റെസിസ്റ്റൻസ്, വേറസ് വാട്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഫ്ലോ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്ത് ഇതിനെ ഒരു ഇക്വേഷനായിട്ട് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫ്ലോ മെക്കാനിസം എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ലെയേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഒരു ടോപ്പ് ലെയർ ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തെ ലെയർ ഉണ്ട്, പിന്നെ ലെയർ ഉണ്ട്, പിന്നെ ബൗണ്ടറി ഫ്ലോ ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്ലോ എല്ലാം ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്ത് പറയാം? ഏറ്റവും സ്പീഡായിട്ട് പോകുന്നത് u+du വെലോസിറ്റി പോകുന്നത് ഏറ്റവും ടോപ്പ് ലെയർ ആയിരിക്കും. തൊട്ട് താഴെയുള്ള ലെയർ എന്തായിരിക്കും പോകുന്നത്? ഒരു യൂണിറ്റ് കുറവായിരിക്കും. ബിക്കോസ് മുകളിലത്തെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ഒരു വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അത് എന്ത് ചെയ്യും? അതിൻ്റെ സ്പീഡ് റെഡ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ u+duയിൽ ടോപ്പ് ലെയർ മൂവ് ചെയ്യുന്നു, തൊട്ട് താഴത്തെ ലെയർ എന്തായിരിക്കും? യുയിലായിരിക്കും പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് ഏറ്റവും ലോവസ്റ്റ് ലെയർ ഏത് വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്? നമ്മുടെ ബൗണ്ടറി. ഇപ്പോൾ ബൗണ്ടറി വെലോസിറ്റി 0 ആണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെയർ അതിന് വളരെ നിയർ ടു ബൗണ്ടറി വിൽ ഓൾസോ ബി എ ട്രസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ രണ്ട് ലെയേഴ്സ് രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിൽ പോകുമ്പോൾ ഇങ്ങനെ തെന്നിയല്ലേ പോകുന്നത്. അപ്പോൾ തെന്നുന്നത് കാരണം അവിടെ ഡെവലപ്പ് ആവുന്ന ഒരു ഫോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇൻ വെലോസിറ്റി കാരണം അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്? ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഓഫർ ചെയ്യുന്നുണ്ട്. ദിസ് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ഷിയർ സ്ട്രെസ് എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? വെൻ ദ ടോപ്പ് ലെയർ മൂവ്സ് അറ്റ് വെരി ഹയർ സ്പീഡ് ആൻഡ് തൊട്ട് താഴെയുള്ളത് ഒരു ലോ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡിഫറൻസ് ഇൻ വെലോസിറ്റി. ആൻഡ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് ചെയ്യുക? ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കുറയും. ഇപ്പോൾ രണ്ട് ഹൈ സ്പീഡ് പോകുന്ന ലെയേഴ്സ് വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആണെങ്കിൽ അവിടെയുള്ള ഷിയർ സ്ട്രെസ് കൂടുതലായിരിക്കും. ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് എന്താണ്? കുറച്ച് കൂടുതലാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പം ദ ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലെയേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ ഈക്വൽ ടു സൈൻ ഇടണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരിക. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് the coefficient of viscosity. അപ്പോൾ this mu is called the coefficient of viscosity, or it is also called as dynamic viscosity. ഒത്തിരി പേരുണ്ട് ഇതിന്, 3 പേര്. or also called as absolute viscosity. ഓക്കെ, അപ്പോൾ ഈ 3 പേരിലും അറിയപ്പെടുന്നതാണ് നമ്മുടെ മ്യൂ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഒരു എക്സാമിന് നമുക്ക് ഈ 3 പേരിലും എക്സ്പെക്ട് ചെയ്യണം. ഏതൊക്കെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയാം, ഇല്ലെങ്കിൽ അതിന് എന്തെന്ന് പറയാം? അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നും പറയാം. അപ്പം ക്ലിയർ ആണല്ലോ 3 പേര്. ഇനി ഇതിൽ ഓരോന്നിനും എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി ഓഫർ ചെയ്യുന്നത്? അതും സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയേഴ്സിലെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു കാര്യമാണ്. ലിക്വിഡ്സിൽ ഈ പറയുന്ന വിസ്കോസിറ്റിയുടെ റീസൺ എന്താണ്? ഗ്യാസസിൽ വിസ്കോസിറ്റിയുടെ റീസൺ എന്താണ്? അറിയോ നിങ്ങൾക്ക്? വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള ബേസിക് മെക്കാനിസം ഫോർ ഏതാണ്? ലിക്വിഡ്സ് എന്താണ്? ഫോർ ഗ്യാസസ് എന്താണ്? ലിക്വിഡ്സിന് എന്താണ് ലിക്വിഡ്സിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്ന ബേസിക് റീസൺ? ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് കൊഹിഷൻ. ഇത് ഓപ്ഷണലായിട്ട് 4 ഇത് തന്നിട്ട് അഡ്ഹഷൻ, കൊഹിഷൻ, വെലോസിറ്റി ഡിഫറൻസ്, അങ്ങനെ ഏതെങ്കിലും ബന്ധമില്ലാത്ത 2 കൂടെ തരും. പക്ഷേ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്താണ്? ലിക്വിഡ്സിൽ വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള റീസൺ ഈസ് ബിക്കോസ് ഓഫ് കൊഹിഷൻ. അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് കാരണമാണ് എന്തുണ്ടാകുന്നത്? ലിക്വിഡ്സിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ആൻഡ് ഫോർ ഗ്യാസസ് എന്തായിരിക്കും റീസൺ? ഗ്യാസസിൽ എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത്? അറിയോ ആർക്കെങ്കിലും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മോളിക്യുലാർ മൊമെൻറ്റം എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. വിസ്കോസിറ്റി ലിക്വിഡ്സിന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഗ്യാസസിന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ബേസിക് റിലേഷൻ ഓഫ് വിസ്കോസിറ്റി എന്താണ്? റിലേഷൻ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, വെർ മ്യൂ ഈസ് കോൾഡ് ദി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഡി യു എന്താണ്? വെലോസിറ്റി ഡിഫറൻസ്. ഡി വൈ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെയേഴ്സ്. ടോ ഈസ് ദി ഷിയർ സ്ട്രെസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇസ് ദി വിസ്കോസിറ്റി റിലേഷൻ ടു ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ ഡെൻസിറ്റിക്ക് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് കണ്ടു. അതുപോലെ എന്തിനും അറിയണം? നമ്മുടെ വിസ്കോസിറ്റിയുടെ റിലേഷൻ വിത്ത് ടെമ്പറേച്ചറും അറിയണം. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് രണ്ടും നമ്മൾ രണ്ടായിട്ട് അറിയണം. ലിക്വിഡ്സിനാണെങ്കിൽ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് വാട്ട് ഹാപ്പൻസ് ടു ദി വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഈസ് ദി റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദിസ് വിസ്കോസിറ്റി? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓയിൽ എടുക്കുക, എൻജിൻ ഓയിൽ നമ്മൾ വണ്ടി കോൾഡ് സ്റ്റാർട്ട് ആകുമ്പം നമ്മൾ മറ്റേ ഓയിലിൻ്റെ സാധനം വലിച്ചിട്ട് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വിസ്കസ് ആയിരിക്കും.
ആൻഡ് വണ്ടി കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇത് വിസ്കോസിറ്റി എന്ത് ചെയ്യും, കുറച്ചും കൂടെ കുറഞ്ഞ് ഒരു ലൈറ്റർ ലിക്വിഡ് പോലെ ആകും. ഇതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത്. വണ്ടി എടുത്ത ഉടനെ ഹൈ ആക്സിലറേഷൻ കൊടുക്കരുത്. ബിക്കോസ് ദിസ് ഓയിൽ നീഡ്സ് ടു ബി പമ്പ്ഡ് എവ്രിവെയർ. അതൊരു റീസൺ ആണ്. പിന്നെ ഈ കുറച്ച് ചൂടാവുന്നതിനനുസരിച്ച് ഓയിലിൻ്റെ പമ്പിങ് എന്താകും, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, ഫോർ ലിക്വിഡ്സ് എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി, അത് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. എപ്പോഴും ഇത് ആലോചിക്കുക. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും വിസ്കോസിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓയിൽ മൂവിങ് പ്രോപ്പർട്ടി. അങ്ങനെയല്ല, റെസിസ്റ്റൻസ് ആണ്. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. സോ ഫോർ ലിക്വിഡ്സ് when temperature is increased, viscosity decreases. And for viscosity of gases ആണെങ്കിലോ, with increase in temperature എന്ത് സംഭവിക്കും, ഗ്യാസസിൻ്റെത് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ആക്ച്വലി ഇറ്റ് വിൽ ഇൻക്രീസ്. ഫോർ ഗ്യാസസിനാണെങ്കിൽ വിസ്കോസിറ്റി എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യും. വേറാസ് ഫോർ ലിക്വിഡ്സ് ആണെങ്കിൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പം ഇത് അറിഞ്ഞിരിക്കുക, രണ്ട് കണ്ടീഷൻസ് കേട്ടോ. അപ്പോൾ ഗ്യാസിനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ലിക്വിഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. ലിക്വിഡ്സ് ആണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമെങ്കിൽ ലിക്വിഡ്സിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ലിക്വിഡിന് എന്ത് സംഭവിക്കും, ഹീറ്റ് ചെയ്യുമ്പോൾ ലൈറ്റർ ആവുന്നു. ഗ്യാസിന് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഗ്യാസിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതോറും അതിൻ്റെ എന്ത് ചെയ്യും, വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൂവ് ചെയ്യാനുള്ള ഒരു ഇതിന് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ആസ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഇനി അടുത്ത നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് അറിയേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് ആണ്. ഏതാണ് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി? നമ്മുടെ ഈ വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ കണ്ടത്, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ കണ്ടു. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ യൂണിറ്റ് നോക്കിയാൽ നമുക്ക് മ്യൂവിൻ്റെ യൂണിറ്റ് ആണ് അറിയാൻ. ടോയുടെ യൂണിറ്റ് എന്തായിരുന്നു, ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ. ദെൻ ഡി യുവിൻ്റെ എന്താണ്, ഡി യു ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്താണ് അതിൻ്റെ, മീറ്റർ പെർ സെക്കൻഡ്. ഡി വൈ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെയേഴ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. സോ ഇതെല്ലാം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഏത് ഒരു ഇക്വേഷൻ, ഏതൊരു കൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതൊരു പാരാമീറ്ററിൻ്റെയും യൂണിറ്റ് അറിയില്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതുക അതിൻ്റെ റിലേഷൻ വെച്ചിട്ട്. അതിൽ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിന് ഇപ്പം ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ആ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. സി ഇവിടെ ടോയുടെ എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു മ്യൂവിൻ്റെ നമുക്ക് അറിയില്ല, ഡി യു എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ. ക്യാൻസൽ ചെയ്യുക. അപ്പം നമുക്ക് മ്യൂവിൻ്റെ യൂണിറ്റ് എന്തെന്ന് കിട്ടും, ഈ ഇത് മുകളിൽ പോകും. അപ്പം ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി നമ്മളിപ്പോൾ പറയുന്ന ഏത് വിസ്കോസിറ്റിയാണ്, ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. ദിസ് ക്യാൻ ഓൾസോ ബി എന്താണ്, SI യൂണിറ്റിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ന്യൂട്ടൺസ് പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈ സെയിം ആസ് പാസ്കൽ ആണ്. അപ്പം പാസ്കൽ സെക്കൻഡ് എന്നും പറയാം. ഓക്കെ, ഇനി വേറൊരു യൂണിറ്റും കൂടെയുണ്ട്. നമ്മുടെ CGS യൂണിറ്റിൽ ഇതിന് പോയ്സിലാണ് പറയുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, 1 പോയ്സ് ഈസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പം ഡയറക്റ്റായിട്ട് കുറേ PSC ക്വസ്റ്റ്യൻ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. 1 പോയ്സ് എത്രയാണ്, ആൻസർ എന്താണ്, 1/10 ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈസ് അബൌട്ട് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂ ആണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ ബൈ റോ ആണ്. ഇത്രയേ ഉള്ളൂ. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ഡെൻസിറ്റി. നമ്മൾ റെയ്നോൾഡ്സ് നമ്പറൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ ഡയമെൻഷണൽ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് മ്യൂ ബൈ റോ എന്ന് സിവിയർ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിനെ ഒരു കൺസെപ്റ്റായിട്ട് നമ്മൾ എന്തായിട്ട് വിളിച്ചു തുടങ്ങി, മ്യൂ ബൈ റോയിനെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മറ്റേതിൽ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ പോലെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് CGS യൂണിറ്റിൽ അതിനെ പറയുന്ന സ്റ്റോക്ക് ആണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓർ ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലേ.
ഇത് കൺവേർഷൻ അറിയാമല്ലോ, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻², അതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 10⁻⁴. ഓക്കെ, സോ അടുത്തതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ടോ ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ഇൻറ്റു du/dy. ഈ റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ആൻഡ് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ ഒരു എക്സ്പ്ലനേഷനായിട്ടും ചില പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് 1 മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കും. ഷിയർ സ്ട്രെസ്സും അതിൻ്റെ ഓപ്ഷനായിട്ട് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ എന്നൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നുണ്ട് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പം ഈ പറയുന്ന ഇക്വേഷൻ പല രീതിയിൽ എഴുതിയിട്ട് ഇതിലേതാണ് മാച്ച് ദ ഫോളോയിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. സോ ഈ റിലേഷൻ എല്ലാ ഫ്ലൂയിഡ്സും ഒബേ ചെയ്യണമെന്നില്ല. അപ്പം 2 ക്ലാസിഫിക്കേഷൻ വന്നു. വൺസ് ന്യൂട്ടൺസ് ലോ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് 2 ഫ്ലൂയിഡ്സ് ആയിട്ട് ഇതിന് ഡിമാർക്കേഷൻ വന്നു. ദാറ്റ് ഈസ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും പിന്നെന്താണ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും. അപ്പോൾ എന്താണ് നോൺ ന്യൂട്ടോണിയനും ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നും, ഇത് ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെ നോൺ ന്യൂട്ടോണിയൻ എന്നും പറഞ്ഞു. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് വാട്ടർ, എയർ എക്സെട്ര. ആൻഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ് ടൂത്ത് പേസ്റ്റ്, ബ്ലഡ്, പെയിൻറ്റ്. ഈ പറയുന്നതെല്ലാം നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ഫോർ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് അറിഞ്ഞിരിക്കുക. വാട്ടറും എയറും എല്ലാം എന്തിൻ്റെ ഇതാണ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ്, വാട്ടർ ആൻഡ് എയർ ഒക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ. നമ്മളൊരു സാധനത്തിന് ഒരു ലെസ്സർ വോളിയത്തിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ കംപ്രസിബിലിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ഫ്ലൂയിഡ് വോളിയം ചേഞ്ചസ് ഡ്യൂ ടു എന്താണ്, പ്രഷർ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ സോ ലിക്വിഡ്സിന് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെരി സ്മോൾ ആണ് കംപ്രസിബിലിറ്റി. വെരി സ്മോൾ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. നമ്മൾ ലിക്വിഡ്സിനെ വീണ്ടും എത്ര പ്രഷർ ചെയ്താലും, ഇതാണ് നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ തന്നെ. നമ്മൾ പ്രഷർ ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ വോളിയം കുറയുന്നില്ല. അതേ സമയത്ത് ഗ്യാസസ് ആർ എന്താണ്, ഹൈലി കംപ്രസിബിൾ ആണ്, ഹൈലി കംപ്രസിബിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ബൾക്ക് മോഡുലസ് ഡിഫൈൻ ചെയ്യാം. ബൾക്ക് മോഡുലസ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കുന്ന സമയത്ത് ബൾക്ക് മോഡുലസ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ബൾക്ക് മോഡുലസ് ഒരു കെ എന്ന് പറയുന്ന ഒരു ടേം ഒന്ന് ഡിഫൈൻ ചെയ്ത് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. ഇപ്പോൾ ഇനിഷ്യലി 5 ബാർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കംപ്രസ് ചെയ്യാനായിട്ട് ഒരു 10 ബാർ ആ എയറിൻ്റെ പുറത്ത് കൊടുത്തു. അപ്പം ഡി പി എത്രയാണ്? അപ്പം അവിടെ വരുന്നതാണ് ഈ ചേഞ്ച് ഇൻ പ്രഷർ, ഡി പി എന്ന് പറയുന്നത്. ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഡിവൈഡ് ബൈ അത് കാരണം ഉണ്ടായ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ. ഇതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് കംപ്രസിബിലിറ്റിയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/k ആണ്, അറിഞ്ഞിരിക്കുക. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എന്താണ്, ബൾക്ക് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ട് ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി ഈസ് ഹെവിലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബൾക്ക് മോഡുലസിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഏത് ടോപ്പിക്കിനകത്ത് ചോദിക്കാം, കംപ്രസിബിലിറ്റിക്കകത്ത് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇനീഷ്യലി പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇത്രേനെയും പറ്റി ഇങ്ങനെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ചോദിക്കുന്ന ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമ്മുടെ മൊഡ്യൂളിൻ്റെ ആ ഒരു തന്നിരിക്കുന്ന യൂണിറ്റിൻ്റെ ലാസ്റ്റ് കിടക്കുന്ന ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. ബട്ട് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എപ്പോഴും നമ്മൾ വിസ്കോസിറ്റിയുടെ പഠിക്കുന്നതാണ്, അതിൻ്റെ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ. സോ നമുക്കിപ്പോൾ തന്നെ അത് കവർ ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ് ഞാൻ പറഞ്ഞു, ഐഡിയൽ ഫ്ലൂയിഡിന് എന്തില്ല, വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ഫ്ലൂയിഡിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഇല്ലാത്തതിനെയല്ല,
ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ദർ ഈസ് എ ടേം ഫോർ വിസ്കോസിറ്റി. പക്ഷേ ഈ വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ഫ്ലൂയിഡിനെ, അതൊരു എന്താണ്, ഇല്ലാത്ത ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫ്ലൂയിഡ് ആണ്. പക്ഷെ അങ്ങനത്തെ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ്സ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ്സ് ഇല്ല. ദെൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുക, ഇവിടെ ഷിയർ സ്ട്രെസ്സും ടോയും ഇവിടെ എന്താണ് du/dyയും. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ലൈൻ വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പം അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേ ആർ കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ന്യൂട്ടോണിയൻ ഇക്വേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തായിരുന്നു, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, നേരത്തെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും ആയിരുന്നു നമ്മൾ പഠിച്ച ബേസിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരു ഫ്ലൂയിഡാണ് ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഫ്ലൂയിഡാണ്. അതായത് വിസ്കോസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ്. ഇപ്പം ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുക, വൈ ആക്സിസിൽ എന്താണ് ഷിയർ സ്ട്രെസ്സും എക്സ് ആക്സിസിൽ എന്താണുള്ളത്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, സെയിം ആസ് ഈ ഒരു നമ്മുടെ ഇക്വേഷൻ പോലെ ടോ വേഴ്സസ് du/dy. അപ്പോൾ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, ഒരു ഇൻക്ലൈൻഡ് ലൈൻ അറ്റ് 45 ഡിഗ്രി പോലെ നമുക്ക് കിട്ടും അല്ലേ. അങ്ങനത്തെ ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേ ആർ കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. അതായത് ഈ ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്ന, ടോ പ്രൊപ്പോർഷണൽ ടു du/dy ചെയ്യുന്ന ഇക്വേഷൻസിന് ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേരിയേഷൻ സംഭവിക്കുന്ന ഫ്ലൂയിഡ്സിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി നോൺ ന്യൂട്ടോണിയൻ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ ടോ ഈക്വൽ ടു b plus a into du/dy the whole raised to n. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ b plus a into du/dy the whole raised to n, ഇതാണ് നമ്മുടെ ഒരു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരച്ച് കഴിഞ്ഞാൽ, ഇത് ചില ടെക്സ്റ്റിൽ ഇതുപോലെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഷിയർ സ്ട്രെസ് വേഴ്സസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, വെലോസിറ്റി ഗ്രേഡിയൻ്റ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു ലൈനിൽ പോകുന്നതാണ് നമ്മുടെ ഏത് ഫ്ലൂയിഡ്സ്, നിങ്ങളിപ്പോൾ കണ്ടു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇനി ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നു, നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് വരുമ്പോൾ ഒരു വേരിയേഷൻ ഇങ്ങനെ വരാം അല്ലേ, ഒരെണ്ണം ഇങ്ങനെ വരാം. ഇനി നമ്മുടെ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചില ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. അതായത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ടൈം അറ്റ് 0 കൺസ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു പോയിന്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഫ്ലോസ്. അപ്പോൾ അങ്ങനെ ടൈമുമായിട്ട് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഷിയർ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്സും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ്, നിങ്ങളൊരു എക്സാമ്പിളിന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു വെച്ചു, ഈ ടൂത്ത് പേസ്റ്റ് ഓൾ ഓഫ് എ സഡൻ ഫ്ലോ ചെയ്യുമോ? ഇല്ല, ഇറ്റ് ടേക്ക് സം ടൈം. അവിടെ ഇരുന്നിട്ട് അത് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ഈൽഡ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കും. സോ അതിൻ്റെ ഏകദേശം ഒരു ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നതാണ് നമ്മുടെ ടോ ഈൽഡ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് നേരത്തെ നമ്മൾ ഇക്വേഷനിൽ എങ്ങനെ എഴുതിയ, ടോ ഈസ് ഈക്വൽ ടു b plus a into du/dy the whole raised to n എന്ന് എഴുതി. ഇതിൽ ഈ b ആണ് ഈ ടോ ഈൽഡ്. ഓക്കെ, ചിലത് ടെക്സ്റ്റിൽ ഈൽഡ് എന്ന് ടോ ഈൽഡ് എന്ന് കാണും, ചിലതിൽ b ഒരു ഡിമാർക്കേഷൻ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പം ആഫ്റ്റർ സർട്ടൺ ടൈം മാത്രം ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു ടോ ഈൽഡിങ് ടൈം കഴിഞ്ഞിട്ട് ഫ്ലോ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് മഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെയും ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ദിസ് ഈസ് കോൾഡ് സ്യൂഡോ ഫ്ലൂയിഡ്സ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡൈലേറ്റൻറ്റ് ഫ്ലൂയിഡ്സ്. ഓക്കെ,
Now, this is called Bingham plastic. And these are called thixotropic fluids. Thixotropic. ഇനി ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഉൾപ്പെടെ അറിഞ്ഞിരിക്കുക. ഡൈലേറ്റൻറ്റ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈലേറ്റൻറ്റിന് ബിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ആൻഡ് എന്നിൻ്റെ വാല്യൂ ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, du/dy എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? du/dy അപ്പോൾ ഇവിടെ ബി 0 വന്നു, ബി എന്ത് വന്നു? 0. n ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഡൈലേറ്റൻറ്റ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബട്ടർ, സ്റ്റാർച്ച് എക്സെട്ര. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ സ്യൂഡോ ഫ്ലൂയിഡ്സ്. ഓക്കെ, സ്യൂഡോ ഫ്ലൂയിഡ്സിനാണെങ്കിലും ബി എന്താണ്? 0 ആണ്, n ലെസ് ദാൻ 1 ആണ്. അപ്പോൾ കർവ് ഇങ്ങനെ വരുവാണെങ്കിൽ n എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബ്ലഡ്, മിൽക്ക്, റബ്ബർ എക്സെട്ര. ഓക്കെ, അപ്പം സ്യൂഡോ ഫ്ലൂയിഡ്സിൻ്റെ ഇതിങ്ങനെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സ്യൂഡോ ഫ്ലൂയിഡ് എന്നിട്ട് 4 ഓപ്ഷൻ തരും. അപ്പോൾ അതിൽ നിന്ന് ബ്ലഡോ മിൽക്കോ റബ്ബറോ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ കോൾഡ് ആസ് എന്താണ്? സ്യൂഡോ ഫ്ലൂയിഡ്സ്. ഇനി അടുത്തതാണ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബിംഗം പ്ലാസ്റ്റിക് അല്ലേ? ബിംഗം പ്ലാസ്റ്റിക് is there. ഓക്കെ, ബിംഗം പ്ലാസ്റ്റിക് ആണെങ്കിൽ ബി ഈസ് ദയർ അല്ലേ? ഒരു ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടോ ഈൽഡ് ആണ്. ഒരു ഈൽഡിങ് സ്ട്രെസ് അവിടെ ഉണ്ടാവും. ആഫ്റ്റർ സർട്ടൺ ടൈമേ അത് എന്ത് ചെയ്യുള്ളൂ? ഫ്ലോ ചെയ്യുള്ളൂ. അവിടെ n ഈക്വൽ ടു എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മഡ്, ടൂത്ത് പേസ്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ബിംഗമാണ്. മഡും ടൂത്ത് പേസ്റ്റും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? നമ്മുടെ ബിംഗം പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് തിക്സോട്രോപ്പിക്കിനും എന്തുണ്ട്? ബി എന്ന് പറയുന്നത് ടോയിൽഡ് തന്നെയാണ്, n ലെസ് ദാൻ 1 ആണ്. എക്സാമ്പിൾ ലിപ്സ്റ്റിക്ക്, പ്രിൻ്റർ ഇങ്ക് എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സിൽ ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ. ഇതും ചിലപ്പം ചില PSC എക്സാംസിനൊക്കെ ഡയറക്റ്റായിട്ട് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഓരോ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദീസ് നെയിംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ്? ഡൈലേറ്റൻറ്റ്, സ്യൂഡോ ഫ്ലൂയിഡ്സ്, തിക്സോട്രോപ്പിക് ആൻഡ് ബിംഗം പ്ലാസ്റ്റിക്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമുക്ക് പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷനും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ഫ്ലൂയിഡാണ്. അപ്പം നിങ്ങൾ പലരും സ്റ്റക്കായിട്ടിരിക്കും, ഇത് എങ്ങനെ ചെയ്യും, ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും. നമ്മളിപ്പോൾ ഈ പേരൊന്നും കേട്ടിട്ടില്ലെങ്കിലും പാടായി പോവും. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. ഈ ഗ്രാഫ് വരച്ചിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം ഇവിടെ ടോയും ഇവിടെ എന്താണ് വരുന്നത്? ആംഗുലാർ ഡിഫോർമേഷനും. എന്നിട്ട് ഇവിടുത്തെ സ്കെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5 ആണ്. എക്സ് ആക്സിസിൽ 120 വരെ പോകണം, വൈ ആക്സിസിൽ 120 വരെ. അപ്പം 0, 20, 40, 60, 80, 100, 120. ഇനി അതങ്ങ് മാർക്ക് ചെയ്യുക അല്ലേ? എങ്ങനെ മാർക്ക് ചെയ്യേണ്ടേ? 0 ആയിരിക്കുമ്പോൾ 0 തന്നെ, 1 ആയിരിക്കുമ്പോൾ എത്രയായി? 10 ആയി, 2 ആയിരിക്കുമ്പോൾ എത്രയായി? 20 ആയി, 3 ആയിരിക്കുമ്പോൾ 40 ആയി, 4 ആയപ്പോൾ 80 ആയി, 5 ആയപ്പോൾ 120 ആയി. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? ഇറ്റ് കംസ് അണ്ടർ ഡൈലേറ്റഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഡൈലേറ്റഡ് ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്, ബി എന്താണ് ഇവിടെ? 0 ആണ്. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ദ ഓപ്ഷൻ ഈസ് എ. ആൻസർ ഈസ് ഡൈലേറ്റഡ് ഫ്ലൂയിഡ്. കണ്ടോ? അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലെസ് ദാൻ 1 മിനിറ്റ് മതി. പക്ഷെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ്
കറക്റ്റായിട്ട് അറിയാം, ആ പേരെല്ലാം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഈസി ടു സോൾവ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കണം നമ്മൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ അടുത്ത നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതും ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ഡ്യൂ ടു വിച്ച് ഫ്രീ സർഫസ് ബിഹേവ്സ് ലൈക്ക് എന്താണ് സ്ട്രെച്ച്ഡ് എലാസ്റ്റിക് മെംബ്രെയിൻ. നമ്മൾ എവിടെയാണ് ഇതെല്ലാം കാണുന്നത്? നമ്മുടെ സോപ്പ് ബബിള്, വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് വരുന്നത്, ലിക്വിഡ് ജെറ്റ്, ഇവിടെയൊക്കെയാണ് നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇതിന് വേറൊരു ഡെഫിനിഷനും കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ യൂണിറ്റ് ലെങ്ത് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അതും ഒരു ഡെഫിനിഷനായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ മേജർ റീസൺ എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് കൊഹിഷൻ. ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. സർഫസ് ടെൻഷൻ്റെ ബേസിക് റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്തെന്ന് അറിഞ്ഞിരിക്കുക, കൊഹിഷൻ ആണ്. ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നമ്മൾ ഇനി അങ്ങോട്ട് കേൾക്കുന്ന ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഡിപ്പെൻഡൻസി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറും പ്രഷറിനുണ്ടോ, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും PSCക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഓൾവേസ് നമ്മൾ ഇതുപോലെയുള്ള ഏത് പാരാമീറ്റർ കിട്ടിയാലും അതിൻ്റെ ഡിപ്പെൻഡൻസി വിത്ത് ടെമ്പറേച്ചർ, പ്രഷറൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. സോ സർഫസ് ടെൻഷൻ ആണെങ്കിൽ എങ്ങനെയാണോ പറയുന്നത്, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ദെൻ റെപ്രസെൻറ്റഡ് യൂസിങ് സിഗ്മയാണ്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു സർഫസ് എനർജി ബൈ സർഫസ് ഏരിയ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സർഫസ് എനർജി എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ് യൂണിറ്റ് പറയുന്നത്? എനർജി ഓൾവേസ് പറയുന്നത് ഏത് ടേംസിലാണ്? ജൂൾസിലാണ് പറയുന്നത്. ഏരിയ മീറ്റർ സ്ക്വയർ. ജൂൾസിൻ്റെ വേറൊരു യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെയും കിട്ടും? ന്യൂട്ടൺസ് പെർ മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്? ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ യൂണിറ്റ് ലെങ്ത് ഇൻ ഇക്വിലിബ്രിയം. കണ്ടോ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ യൂണിറ്റ് ലെങ്ത് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൻ്റെ എന്ത് പറയാം? ഇക്വേഷൻ പറയാം, യൂണിറ്റ് പറയാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് എന്താണ് വരുന്നത്? യൂണിറ്റ് ഈസ് ന്യൂട്ടൺസ് പെർ മീറ്റർ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് ന്യൂട്ടൺ എന്താണ്? ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, m(L)T⁻⁻2 അല്ലേ, ഡിവൈഡഡ് ബൈ ലെങ്ത് L. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? m(T⁻⁻2) ആണ് നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സർഫസ് ടെൻഷൻ ഫോർ എന്ത് സാധനമാണ്? ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസ് ടെൻഷൻ നമുക്ക് നോക്കാം. ഒരു ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു സ്പെറിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഇത് പൊട്ടുമ്പോൾ രണ്ടായിട്ടല്ലേ ഡിവൈഡ് ആവുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള ഒരു രണ്ട് സെക്ഷനായിട്ടല്ലേ കിട്ടുന്നത്. അതായത് ബേസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർഫസ് ടെൻഷൻ നമുക്ക് ബേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് എല്ലാം സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ഇത് എത്ര ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത് സർഫസ് ടെൻഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ ഒൺലി എന്താണ്? വൺ ഇൻ്റർഫേസ് ആണ്. വെൻ കമ്പയർഡ് ടു സോപ്പ് ബബിൾ. ഒരു സോപ്പ് ബബിൾ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? അകത്ത് എയർ ആണ്, നടുക്ക് ഒരു ലെയർ എന്തുണ്ട്? സോപ്പ് ഉണ്ട്, ഔട്ട് സൈഡ് എയർ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ലെയേഴ്സ് ഉണ്ടാവും ഒരു സോപ്പ് ബബിളിൻ്റെ. പക്ഷേ വേറാസ് ഫോർ എ ലിക്വിഡ് ഡ്രോപ്പ് ഇൻസൈഡ് ഫുൾ എന്താണ്? ഒരു സിംഗിൾ കോറേ ഉള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ ഇൻ്റർഫേസേ അതിന് വരുന്നുള്ളൂ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എന്താണ്? ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ക്ലിയർ ആണല്ലോ. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് ഇത് പൊട്ടാൻ പോകുന്ന ഒരു കണ്ടീഷനിലിരിക്കുമ്പോൾ ഈ എഫ് ബേസ്റ്റ് ഈസ് ഈക്വൽ ടു എഫ് റെസിസ്റ്റിംഗ്. അതായത് ഇത് പൊട്ടുന്നതും പൊട്ടാതിരിക്കാനും കൂടെ ഉള്ള രണ്ട് പ്രഷർ അവിടെ ആക്ട് ചെയ്യും. എഫ് ബേസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതാണ്? നമ്മൾ അപ്ലൈഡ് പ്രഷർ.
പി ഇൻറ്റു ഏരിയ. അതെവിടെ ആക്ട് ചെയ്യുന്നു? ഈ പറയുന്ന സിലിണ്ടറിലാണ് ആ ബേസ്റ്റിംഗ്, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളത് ഫോഴ്സ് ഇതിൻ്റെ ഈ ഏരിയയിൽ ആക്ട് ചെയ്യും. ഇൻസൈഡ് ദ ബൾക്ക് ത്രൂ ഔട്ട് ഇതിൻ്റെ ഏരിയയിൽ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ സപ്പോസ് ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഈ എൻറ്റയർ ഏരിയയിലാണ് എന്തുണ്ടാവുന്നത്? ആ ബേസ്റ്റിങ്ങിൻ്റെ എനർജി ഉണ്ടാകുന്നത്. സോ പി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഈ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഏത്? ഇതിൻ്റെ എഡ്ജ് അല്ലേ? ഈ സർക്കിളാണ് ഇതിനെ പൊട്ടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്. അതെവിടെ ഉള്ളൂ? അതിൻ്റെ പെരിമീറ്ററിലേ ഉള്ളൂ. ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഇതിന് ചുറ്റുമുള്ള ഈ ഒരു റീജിയനാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഏത്? പൊട്ടാതിരിക്കാൻ റെസിസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടർ ലെയറാണ്. അതായത് ഈ പിടിച്ചിരിക്കുന്ന നമ്മുടെ ഒരു തിക്നെസ് ആണ് ഇതിനെ പൊട്ടാതിരിക്കാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്താണ്? സിഗ്മയാണ്. ഓക്കെ, സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈസ് സിഗ്മ ഇൻറ്റു അത് എത്ര പെരിമീറ്ററിന് ചുറ്റും ആക്ട് ചെയ്യുന്നതുകൊണ്ട് പൈ ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് പി ഇൻറ്റു ബേസ്റ്റിംഗ് ഫോഴ്സ് ഇൻറ്റു π/4 ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. ഓക്കെ, അപ്പം ഇൻറ്റു സിഗ്മ ഇൻറ്റു പൈ ഇൻറ്റു ഡി. ഡി ക്യാൻസലാവും, പൈ ക്യാൻസലായിട്ട് നമുക്ക് സിഗ്മ എന്ന് പറയുന്ന സർഫസ് ടെൻഷൻ എന്തെന്ന് കിട്ടും? നമുക്ക് PD/4 എന്ന് കിട്ടും. അപ്പോൾ ഫോർ എ ലിക്വിഡ് ഡ്രോപ്പ് സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു PD/4 ഓർ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് എഴുതാം? 4 sigma/d എന്ന് എഴുതാം. ദ ബേസ്റ്റിംഗ് ഫോഴ്സ് റിക്വയർഡ് ഈസ് ഗിവൺ ബൈ എന്താണ്? P ഈസ് ഈക്വൽ ടു 4 sigma/d ആണ്. ഇനി അടുത്ത് നമുക്ക് ഏത് എഴുതാം? ഫോർ എ സോപ്പ് ബബിളിൻ്റെ നോക്കാം. ഒരു സോപ്പ് ബബിളിനാണെങ്കിൽ എത്ര ഇൻ്റർഫേസസ് വരും? ഒരു എയർ ഉണ്ട്, സോപ്പ് ബബിളുണ്ട്, പിന്നെ പുറത്തും എന്തുണ്ട്? എയർ ഉണ്ട്. ഇൻ്റർമീഡിയൻ്റ് ആണ് നമ്മുടെ സോപ്പിൻ്റെ ഒരു ലെയർ ഇരിക്കുന്നത്. അപ്പോൾ എത്ര ഇൻ്റർഫേസസ് വരും നമുക്കിവിടെ? ഇറ്റ് ഹാവ് 2 ഇൻ്റർഫേസസ് അല്ലേ? അപ്പോൾ നമ്മൾ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ നേരത്തെ എഴുതിയ പോലെ എഫ് ബേസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് റെസിസ്റ്റിംഗ് അല്ലേ? ഇവിടെ എഫ് ബേസ്റ്റ് നേരത്തെ പോലെ പി ഇൻറ്റു എ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റിംഗ് ലെങ്ത്. ഇവിടെ പി ഇൻറ്റു ഇവിടെയും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഒരു സർക്കിളാണ് വരുന്നത്. സോ π/4 അതിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ പി ഇൻറ്റു π/4 ഡി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻ്റർഫേസിങ് എത്ര ലെയേഴ്സ് ഉണ്ട്? 2 ലെയർ ഉണ്ട്. അകത്തൊരു എയർ ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു 2 അല്ലെങ്കിൽ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? πDO പ്ലസ് πDI അല്ലേ? ഇൻസൈഡും ഔട്ട്സൈഡിലും 2 ഇൻ്റർഫേസ് വരുന്നുണ്ട്. ക്യാപിറ്റൽ DOയും ക്യാപിറ്റൽ DIയും കൊടുക്കാം. ഓക്കെ, ഇനി സിൻസ് DO ആൻഡ് DI ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു π/4 ഡി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2 ഇൻറ്റു πD എന്ന് എഴുതാം. ബിക്കോസ് D0 ആൻഡ് DI ആർ ഓൾമോസ്റ്റ് സെയിം. ബിക്കോസ് ചെറിയൊരു ലെയർ ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? പി ഈസ് ഈക്വൽ ടു 8 sigma/d എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഒരു സോപ്പ് ബബിളിൻ്റെ ഇക്വേഷൻ. പി ഈക്വൽ ടു എങ്ങനെ കിട്ടും? 8 sigma/d എന്ന് കിട്ടും. ഓക്കെ, സോ സർഫസ് ടെൻഷൻ നമ്മൾ ഏതിനൊക്കെ കണ്ടു? ഇപ്പോൾ ഫോർ എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് കണ്ടു, അതുപോലെ എന്തും കണ്ടു? സോപ്പ് ബബിളിൻ്റെ കണ്ടു. സോപ്പ് ബബിൾ 8 sigma/d. ഇത് രണ്ടും ഓർത്തിരിക്കും. ഇനി ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഫോർ എ ലിക്വിഡ് ജെറ്റ്. ഒരു ലിക്വിഡ് ജെറ്റ് ആണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെയാണ് ലിക്വിഡ് ജെറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ആർബിട്രറി ലെങ്ത് എടുക്കാം. ഇവിടെയും ഡി ആണ്. അവിടെ നമുക്ക് എന്തെടുക്കാം? എഫ് ബേസ്റ്റ് ഈസ് ഈക്വൽ ടു എഫ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. സിമ്പിൾ. അവിടെ നമുക്ക് പി ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് എൽ ഇൻറ്റു എന്തെന്ന് എഴുതാം? ഡി. എൽ ഇൻറ്റു ഡി. ഇനി റെസിസ്റ്റിംഗ് ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഈ 2 ലെയറിലായിരിക്കും അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് വരുന്നത്. സോ സിഗ്മ ഇൻറ്റു 2 ഇൻറ്റു എൽ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? പി ഈസ് ഈക്വൽ ടു 2 sigma/d എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3ൻ്റെയും കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഫോർ എ ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എല്ലാം പിയുടെ ഇക്വേഷൻ വിൽ ബി 4 sigma/d. ഫോർ എ സോപ്പ് ബബിൾ ആണെങ്കിലോ
8 sigma by d, and for a liquid jet ആണെങ്കിലോ it is 2 sigma by d. ഈ 3 ഇക്വേഷൻ ഫൈനലായിട്ട് നമ്മൾ സർഫസ് ടെൻഷനിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പി ആണ്. സോപ്പ് ബബിളിനാണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? 8 സിഗ്മ ബൈ ഡി ആണ്. സോപ്പ് ബബിളും പ്രഷറും എന്ന് ചോദിക്കുമ്പോഴേ നമ്മൾ എന്ത് ഓർമ്മ വരണം? ഇക്വേഷൻ ഓർമ്മ വരണം. ഇക്വേഷൻ അവിടെ എഴുതുക. പി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? പി ഈസ് ഈക്വൽ ടു 8 സിഗ്മ ബൈ ഡി. ഇക്വേഷൻ എഴുതി. ഇനി ക്വസ്റ്റ്യൻ എന്താ ബാക്കി പറഞ്ഞിരിക്കുന്നത്? ഓവർ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇഫ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 0.02 മീറ്റർ അല്ലേ? ഫോർ എ സർഫസ് ടെൻഷൻ സിഗ്മ ഈക്വൽ ടു എത്രയാണ്? 0.1 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? പ്രഷർ പി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 0.02. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 400 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 40 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഏതാണ്? സി ഈസ് ദ ആൻസർ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നമുക്ക് അണ്ടർ ലെസ് ദാൻ 1 മിനിറ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈവൻ നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു സിമ്പിൾ ഏരിയ ആണ്, പക്ഷേ അതിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസിൽ വരുന്ന ലാസ്റ്റ് സെക്ഷനാണ് ഈസ് അബൌട്ട് കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി എന്ന് പറയുന്ന ആക്ഷൻ എന്താണ്? നമ്മൾ എല്ലാ സ്മോൾ ട്യൂബ്സിലും കാണുന്ന ഒരു ആക്ഷനാണ്. ഒരു റൈസ് ഓഫ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് കാണുന്നത്? സീൻ ഇൻ ട്യൂബ്സ് വിച്ച് ഈസ് ലെസ് ദാൻ 6 mm. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. 6 mm ലെസ് ദാൻ ഡയമീറ്റർ ഉള്ള ട്യൂബ്സിൽ കാണുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ പറയുന്ന കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അത് രണ്ടും നടക്കാം. ഇറ്റ് ക്യാൻ ബി ഐദർ എ ഫോൾ ഓർ റൈസ്. അപ്പോൾ കാപ്പിലാരിറ്റി ഈസ് ദ റൈസ് ഓർ ഫോൾ ഓഫ് എ ലിക്വിഡ് ഇൻ സ്മോൾ ട്യൂബ് ഡ്യൂ ടു എന്താണ്? സർഫസ് ടെൻഷൻ. അത് ഉണ്ടാക്കുന്ന റീസൺ ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ച സിഗ്മ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ആണ്. അപ്പം ഇതിന് 2 കേസസ് ഞാൻ പറഞ്ഞു. ഇറ്റ് ക്യാൻ ഐദർ ബി എ റൈസ് ഓർ ഫോൾ. ഓക്കെ, അപ്പോൾ ഒരു ട്യൂബിനകത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് റൈസ് ചെയ്യാനും അല്ലെങ്കിൽ താഴോട്ട് പോകാനും ഓപ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ റൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് വാട്ടർ ഉള്ളത് ഈ ലെവലിൽ, പക്ഷെ അത് റൈസ് ചെയ്ത് നിൽക്കാം. ഇനി ഇതുവരെ വെള്ളമുണ്ടാവും. അതിനെന്ത് ചെയ്യാം? അതിന് ഫോൾ ചെയ്ത് നിൽക്കാനുമുള്ള ഓപ്ഷനുണ്ട്. ഈ റൈസ് ഒക്കർ ചെയ്യാനുള്ള റീസൺ എന്താണ്? ഫോൾ ഒക്കർ ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് റൈസ് ഒക്കേഴ്സ് വെൻ അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കൊഹിസീവ് ഫോഴ്സ്. അഡ്ഹസീവ് മീൻസ് വേറെ 2 മെറ്റീരിയൽ ആയിട്ടുള്ള അഫിനിറ്റി. വെൻ ദാറ്റ് അഫിനിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഏതാണ്? തമ്മിലുള്ള അഫിനിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊഹിസീവ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി വിൽ സീ എ റൈസ് ഇൻ ലെവൽ. ആൻഡ് ഇഫ് ദി cohesive force is greater than adhesive force, then we will see a fall. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അഡ്ഹസീവ് ഗ്രേറ്റർ ദാൻ ഇതാണെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം കോൺകേവ് ഷേപ്പ്. ദെൻ തീറ്റ ഈസ് ലെസ് ദാൻ 90 degree. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹയർ ദാൻ അഡ്ഹസീവ് ഫോഴ്സ് ഇറ്റ് ക്യാൻ ഫോം കോൺവെക്സ് ഷേപ്പ്. ആൻഡ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 degree. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്ര ഹൈറ്റ് ആണ് ഇത് ഫോൾ ചെയ്യുമോ റൈസ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു ഡി, വേർ സിഗ്മ ഇസ് ദി എന്താണ്? സർഫസ് ടെൻഷൻ. ആൻഡ് തീറ്റ ഓരോ കേസിലും ഇപ്പം നമ്മൾ പറയുവാണ് തീറ്റ ഈക്വൽ ടു 0 degree ഫോർ വാട്ടർ ആൻഡ് ഗ്ലാസ്. വാട്ടറും ഗ്ലാസും കൂടി എടുത്തു കഴിഞ്ഞാൽ കാപ്പിലാരിറ്റിയിൽ നമ്മൾ നോക്കി റൈസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? 0 degree ആയിരിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു 130 degree ഫോർ മെർക്കുറി ഗ്ലാസ്. മെർക്കുറി ആൻഡ് ഗ്ലാസ് ആണെങ്കിൽ അപ്പോൾ അതുപോലെ ഓരോ മെറ്റീരിയൽസിനും എന്തുണ്ടാവും? ഈ തീറ്റ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. അപ്പോൾ തീറ്റ അറിയാം, സർഫസ് ടെൻഷൻ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറിയാം, ഗ്രാവിറ്റി അറിയാം, ഡയമീറ്റർ ഓഫ് ദ ട്യൂബും അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ഏത് വാല്യൂ? നമ്മുടെ റൈസ് ഓർ ഫോൾ ഓഫ് ദി ഫ്ലൂയിഡ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ?
അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഏതിനെ പറ്റിയിട്ടാണ്? വി ഹാവ് സീൻ അബൌട്ട് ക്യാപ്പിലാരിറ്റി. അപ്പം ഇന്ന് പഠിച്ചതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആണല്ലോ. നമ്മൾ ഒത്തിരി പ്രോപ്പർട്ടീസ് പഠിച്ചു. അപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതൊക്കെ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ഇതിലൊക്കെ ഇച്ചിരി കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഓരോ കൺസെപ്റ്റും ഓരോ കണ്ടീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ആർക്കാണോ ഇതൊക്കെ പെട്ടെന്ന് റീകളക്ട് ചെയ്ത് അവിടെ എഴുതാൻ പറ്റുന്നത് അവർക്കായിരിക്കും ഹയസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാത്രം ചെയ്താൽ പോരാ, ഇതിനൊരു കൺസിസ്റ്റൻറ്റ് റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ നോട്ട്സ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ എല്ലാ നോട്ട്സും ഡെയിലി നമ്മളൊന്ന് വായിക്കുക. പിന്നെ ഓരോ സബ്ജക്റ്റും തീരുന്നതിന് ശേഷം ഞാൻ ആ സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് ഒരു കൺസോൾഡേറ്റ് ചെയ്തുള്ള ഒരു ഫോർമുല ഒരു PDF ആയിട്ട് ഇട്ടേക്കും. ആ PDF അറ്റ്ലീസ്റ്റ് ഒരു ഡെയിലി വായിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ഫൈനൽ സബ്ജക്റ്റ് തീർന്നിട്ടും ഉണ്ടാവും. അതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള PYQs നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? an ideal fluid has എത്ര വിസ്കോസിറ്റി ആയിരിക്കും? ഹൈ വിസ്കോസിറ്റി, സീറോ വിസ്കോസിറ്റി, ഹൈ ഡെൻസിറ്റി, ഹൈ കംപ്രസിബിലിറ്റി. ആൻസർ എന്താണ്? ഇറ്റ് ഈസ് സീറോ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫ്ലൂയിഡ് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിട്ട് ഫ്ലൂയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തു, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും. അതിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വാട്ടറും എയറും ഒക്കെയാണ്. സോ ഓപ്ഷൻ സി. ഓക്കെ, ഒബേസ് എന്ന് പറയുന്നത് കൊണ്ട് അത് കാണാം. ഇനി വിച്ച് ഈസ് എ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്? വാട്ടറും എയറും ആൽക്കഹോളും എല്ലാം നമ്മുടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ്. സോ ബ്ലഡ് ഈസ് ദി ഏതാണ്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇനി യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ നോക്കി, ഏതായിരുന്നു? സി, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് SG. വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണോ? അല്ല. മാസ് പെർ യൂണിറ്റ് വോളിയം ആണോ? അല്ല. വോളിയം പെർ യൂണിറ്റ് മാസ് ആണോ? അല്ല. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി, അല്ലേ? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് നമ്മൾ ഏതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒന്നും കൂടെ നമ്മൾ പഠിക്കാനുള്ള രീതി ഇങ്ങനെയാണ്. ക്ലാസ് കാണുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഫോർമുലാസ് എല്ലാം നമ്മൾ ഇതിൽ പഠിച്ചതെല്ലാം ഇമ്പോർട്ടൻ്റ് ഒരു നോട്ടിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ബുക്ക് നോക്കി കുറച്ചും കൂടെ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ആപ്പിൽ ഇതിന് ശേഷം ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ടാവും ബേസ്ഡ് ഓൺ ഏത് മാത്രം പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് ഓൾമോസ്റ്റ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതൊരു സിമ്പിൾ ടോപ്പിക് ഏരിയ ആണ്, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഇതെല്ലാം ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻ്റ് ആയിട്ട് കാണാം. ഓക്കെ.